നമുക്കിന്ന് കെ.പി. ശങ്കരൻ മാഷ് എഴുതിയ അപ്രാപ്യമായ ഒരു വിധാനം എന്ന ലേഖനത്തിലേക്ക് കടക്കാം. ഇത് വിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനമാണ്. നമ്മൾ നേരത്തെ കണ്ടു എന്താണ് വിവർത്തനം, വിവർത്തനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വിവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ട്, ഇന്നത്തെ വിവർത്തനം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് സാഹിത്യ വിവർത്തനവും വൈജ്ഞാനിക വിവർത്തനവും തമ്മിൽ ഏതൊക്കെ അർത്ഥത്തിൽ അന്തരങ്ങൾ ഉണ്ട് എന്നും സാങ്കേതിക പദങ്ങളുടെ വിവർത്തനം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മുൻപുള്ള സംസാരങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികൾ വിവർത്തനം ചെയ്യുമ്പോൾ ആഷർ അനുഭവിച്ച, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ അടിസ്ഥാനമാക്കി സർഗാത്മക സാഹിത്യകൃതികൾ വിവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നാണ് കെ.പി. ശങ്കരൻ മാഷ് അപ്രാപ്യമായ ഒരു വിധാനം എന്ന ലേഖനത്തിലൂടെ എടുത്തു കാണിക്കുന്നത്. സർഗാത്മക സാഹിത്യകൃതികളുടെ വിവർത്തനം നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ കെ.പി. ശങ്കരൻ മാഷ് ആഷറും സംഘവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികൾ വിവർത്തനം ചെയ്തപ്പോൾ അനുഭവിച്ച പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുകയാണ്. കെ.പി. ശങ്കരൻ മാഷ് മലയാളത്തിലെ വളരെ പ്രഗത്ഭനായ സാഹിത്യ വിമർശകനും നിരൂപകനും അധ്യാപകനുമൊക്കെയാണ്. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ വ്യക്തി കൂടിയാണ്. തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളത്ത് ആണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം കേരളവർമ്മ കോളേജിലും മൈസൂർ റീജിയണൽ കോളേജിലും അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. മഞ്ഞുതുള്ളി, സമീപനം, ഋതുപരിവർത്തനം, നവകം, അനുശീലനം, സംസ്കാരം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധങ്ങളായ കൃതികളാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തോടൊപ്പം തന്നെ 2004 അദ്ദേഹത്തിന് നിരൂപണത്തിനുള്ള അവാർഡ് കൂടി ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നവകം എന്ന കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് അപ്രാപ്യമായ ഒരു വിധാനം എന്ന ലേഖനം. ഇത് അപ്രാപ്യമായ ഒരു വിധാനം എന്ന് പറയുമ്പോൾ തന്നെ, വിധാനം എന്ന് പറഞ്ഞാൽ ഒരു ലെയറാണല്ലോ, എത്തിച്ചേരാൻ കഴിയാത്ത, പ്രാപ്യമല്ലാത്ത ഒരു വിധാനം എന്നാണ് സൂചകം. തീർച്ചയായിട്ടും ഇത്തരം സാഹിത്യ വിവർത്തനങ്ങളിൽ ഇത്തരത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒരു മേഖല സർഗാത്മക സാഹിത്യം അവശേഷിപ്പിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഈ ഒരു ടൈറ്റിൽ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ബഷീർ കൃതികളുടെ വിവർത്തനം ചെയ്തപ്പോൾ തങ്ങൾക്ക് നേരിട്ട വിവിധ പ്രശ്നങ്ങൾ ആ പുസ്തകത്തിൻ്റെ അവതാരികയിൽ ആഷർ വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു നിശ്ചിത ഭാഷയുടെ സാംസ്കാരിക സാഹചര്യത്തിൻ്റെയും ഉൽപ്പന്നമായ സർഗാത്മക സാഹിത്യം മറ്റൊരു ഭാഷയിലേക്കും സാംസ്കാരിക സാഹചര്യത്തിലേക്കും പകരുമ്പോൾ സാധാരണ നേരിടാറുള്ള പല കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഭാഷ എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നമായ ഭാഷ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ജൈവിക പ്രത്യേകതകളെയും ഉൾക്കൊണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ മറ്റൊരു സംസ്കാര വിധാനത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് പറിച്ചു നടുമ്പോൾ അതിനതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, ഉൾക്കൊള്ളാനുള്ള പ്രയാസങ്ങളുണ്ടായിരിക്കും, സമാനമായ ആശയങ്ങളെ താരതമ്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥകളുണ്ടായിരിക്കും. അത് കേവലം വാക്കുകൾ മാത്രമൊന്നുമല്ല.
ആ സാഹചര്യം എങ്ങനെയാണ് അതിനെ ആവുന്നത്ര വളരെ പ്രഗത്ഭമായിട്ട് പരിഹരിക്കാൻ ചില മാർഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിനെ ആഷർ ചെയ്ത വിവർത്തനം വളരെ കൃത്യമായിട്ട്, യഥാർത്ഥത്തിൽ വളരെ നിസ്തുലമായ ഒരു വിവർത്തനമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. കാരണം നമുക്കറിയാം ബഷീറിൻ്റെ വാക്കുകൾ പലതും മലയാള ഭാഷയിൽ തന്നെ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ്. ഇപ്പം എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു തലക്കെട്ട് അതിനെ വിവർത്തനം ചെയ്യുമ്പോൾ മൈ ഗ്രാൻഡ് പപ്പ ഹാഡ് ആൻ എലഫൻറ്റ് എന്നായിരുന്നു വിവർത്തനം. പക്ഷേ അത് യഥാർത്ഥത്തിൽ എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്നതല്ല. കാരണം രണ്ട് സാംസ്കാരിക പരിസരത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് പരിഹാരം കണ്ടെത്താൻ വളരെ പാണ്ഡിത്യത്തോടുകൂടി പണ്ഡിതോചിതമായ യത്നങ്ങൾ എല്ലാം നടത്തുകയും അതിൻ്റെ അന്തിമ വിശകലനത്തിൽ അത് നമ്മളെ നയിക്കുന്നത് മുഖ്യ കൃതിയുടെ നിസ്തുലത എന്ന ആശയത്തിലേക്കാണ്. മുഖ്യ കൃതിക്ക് തുല്യമായിട്ട് മറ്റൊരു കൃതിക്കും നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത്, ഒരു വിവർത്തന കൃതിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത്. കാരണം അതിനകത്തൊരു ജീനിയസ് ഉണ്ട് എന്നുള്ളതാണ്. ആ ജീനിയസിനെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരൊറ്റ ദൃഷ്ടാന്തം മാത്രം വളരെ കൃത്യമായിട്ട് ഇവിടെ പരാമർശിച്ചത് നമുക്ക് സ്പർശിക്കാൻ കഴിയും. അതായത് സുഹറയും മജീദും തങ്ങളുടെ സംവാദങ്ങളിൽ വളരെ സ്വച്ഛന്തമായി ഉപയോഗിച്ചു പോരുന്ന ഒരു സംബോധനയാണ് ചെറുക്കൻ എന്നും പെണ്ണ് എന്നും. ഇവ ബാല്യകാല സഖിയിലെ ആ സന്ദർഭങ്ങൾക്ക് നൽകുന്ന ഒരു ഭാവരുചി വളരെ സവിശേഷമായ ഒന്നാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഭാവത്തിൻ്റെ ഈ രുചിയോ ഇത് രൂപപ്പെടുത്തുന്ന ഭാഷയുടെ ലയമോ വിവർത്തനത്തിൽ എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും ആ യത്നം നടന്നിട്ടേ ഇല്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യവുമില്ല. കാരണം ചെറുക്കൻ പെണ്ണ് രണ്ടും സാമാന്യമായിട്ട് പ്രഥമ പുരുഷനിൽ പരാമർശത്തിനോ വിവരണത്തിനോ ഒക്കെ ഉതകുന്ന പദങ്ങൾ എന്നേ നമുക്ക് ധരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവയെ വളരെ ഋജുവായി മധ്യമ പുരുഷനിൽ സംബോധനകൾ എന്ന നിലയ്ക്ക് മാറ്റി ഉപയോഗിക്കുകയാണ് ബഷീർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഭാഷാതന്ത്രം ബാല്യകാല സഖി ഉൾക്കൊള്ളുന്നതായിട്ട് നാം ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഇദ്ദേഹം എടുത്തു പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വിവർത്തനം പര്യാപ്തമല്ല എന്ന് വരുത്താൻ വല്ല പഴുതും തേടിപ്പോവുകയല്ല നമ്മുടെ ലേഖകൻ ചെയ്യുന്നത്. ഏത് സർഗാത്മക കൃതിയുടെ എത്ര പ്രഗത്ഭമായ വിവർത്തനവും കൃതി എത്രത്തോളം സർഗാത്മകമാണോ ആ അനുപാതത്തിൽ അപര്യാപ്തമാവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂചന. നമുക്കറിയാലോ, ഇപ്പോൾ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ, ആ നോവലിലെ ഒരു കഥാപാത്രമാണ് കറുത്തമ്മ. ഈ കറുത്തമ്മയെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടു പാവങ്ങളിലെ, അതായത് ലെസ് മിസറബിൾ, ലാമിറാബലെ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമായ റാങ് വാങ് റാങ്ങിനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ജീൻ വാൽ ജീൻ എന്ന് വിവർത്തനം ചെയ്തുകൊണ്ടാണ് നാലാപ്പാട്ട് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ ചെമ്മീനിലെ നായികയായ കറുത്തമ്മയെ നമുക്ക് ബ്ലാക്ക് മദർ എന്ന് വിവർത്തനം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ കടപ്പുറത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ സാംസ്കാരിക പരിസരത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ടാകുന്നുള്ളതാണ്. ഇത് കേവലം ഒരു വാക്കിൻ്റെ അർത്ഥത്തിലല്ല നമ്മൾ കാണേണ്ടത്, ഒരു സാംസ്കാരിക സവിശേഷ സാഹചര്യത്തെയാണ് പുനഃസൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഭാഷ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എത്രത്തോളം സർഗാത്മകമാണോ നമ്മുടെ സാഹിത്യ സൃഷ്ടികൾ, അത്രത്തോളം തന്നെ അവ അപര്യാപ്തമാകുന്നു വിവർത്തനത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ സാംസ്കാരിക സാഹചര്യത്തിൻ്റെ സംഗതിയൊക്കെ ഭാഷാപ്രയോഗത്തിലേക്ക് സാധാരണയിൽ കവിഞ്ഞ ചില സാന്ദ്രതകളും സവിശേഷതകളും ആവാഹിക്കുക എന്നതാണ് സർഗാത്മകതയുടെ അസന്നിഗ്ധമായ ഒരു ലക്ഷണം. അതുകൊണ്ട് വള്ളത്തോൾ ഉപയോഗിക്കുന്ന വാക്ക് കർമ്മ
അതുകൊണ്ട് വള്ളത്തോൾ ഉപയോഗിക്കുന്ന കാണാവതല്ലി തൊഴിലെന്ന കാണ്ടേ കാർകൊണ്ടലിൻ മൂടലിലായി മുഹൂർത്തം എന്ന കർമ്മസാക്ഷിയുടെ പ്രയോഗമുണ്ടല്ലോ. അതായത് ശിവനെ കാണാൻ വേണ്ടി വന്ന പരശുരാമനെ തടഞ്ഞ ഗണപതി, ആ ഗണപതിയുടെ കൊമ്പാണ് പരശുരാമൻ മഴുകൊണ്ട് മുറിച്ച് കളയുന്നത്. ഒരു വീശലിൽ അത് മുറിഞ്ഞ് താഴെ വീഴുന്നു. ഇതിന് സാക്ഷിയായിട്ടുള്ളത് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ അന്തരീക്ഷത്തിനാകെ മാറ്റം വന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആണ് ഇവിടെ വള്ളത്തോൾ വളരെ മനോഹരമായിട്ട് ഒരു വർണ്ണന നടത്തുന്നത്. കൈലാസശൈലയെ കനകാഭിഷേകം കഴിച്ചു നിന്നിടുന്ന കർമ്മസാക്ഷി, കാണാവതല്ലി തൊഴിലെന്ന കാണ്ടേ കാർകൊണ്ടലിൽ മൂടലിലായി മുഹൂർത്തം. അവിടെ കർമ്മസാക്ഷി എന്നുള്ള പ്രയോഗത്തെ നമുക്ക് വിവർത്തനം ചെയ്യുമ്പോൾ സൂര്യൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയായിട്ടുള്ള സൂര്യനെ അടുത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുമ്പോൾ ഒരു FIR ഇടുന്ന സമയത്ത് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. എനിക്കിതിന് സാക്ഷി പറയാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ കർമ്മസാക്ഷി ഇവിടുന്ന് പോയത്. അതുകൊണ്ട് ഇത് കർമ്മത്തിൻ്റെ സാക്ഷിയാണ്, കേവലം സൂര്യനല്ല. ഇത് വളരെ സർഗാത്മകമായ അസന്നിഗ്ധമായ ഒരു സാഹിത്യ സൃഷ്ടിയുടെ ലക്ഷണമാണ്. അതിവിടെ കൃത്യമായിട്ട് ബാല്യകാല സഖിയിൽ ഭാവിയിൽ കാമുകന്മാരായി വളരാനിരിക്കുന്ന മുഖ്യ കഥാപാത്രങ്ങളായ സുഹറയും മജീദും മുൻകൂട്ടി തന്നെ ബാല്യത്തിലെ കളിത്തോഴരായി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ബഷീർ ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. മിക്ക നോവലുകളിലും കഥകളിലും ഒക്കെ ഈ തരത്തിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ ഒരു ഭാവനാശൂന്യമായ അനുഷ്ഠാനം നമ്മുടെ സിനിമയിൽ പോലും പലപ്പോഴും കണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വൈരസ്യം ഇങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി വളരെ അവതാരണ സങ്കേതത്തിൻ്റെ സരളത പോലെ തന്നെ സാഫല്യവും അതുപോലെ തന്നെ വിസ്മയകരമായ ഒരു അനുഭവമായിട്ട് അതിനെ വളർത്തി എടുക്കാൻ വേണ്ടി ബഷീറിന് ആ പാത്രസൃഷ്ടിയിലും ആ സംബോധനകളിലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബഷീറിൻ്റെ സർഗാത്മക സാഹിത്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ടുണ്ടെന്നാണ്. തുടക്കത്തിൽ സുഹറയുടെയും മജീദിൻ്റെയും സംബോധനയിലൂടെ സ്ഫുരിക്കുന്ന ഒരു സ്വച്ഛന്തത ഒടുവിലത്തെ ദുരന്തത്തിൻ്റെ സ്വരവീചിക്ക് തികച്ചും വിരുദ്ധമെന്നോണം നിബന്ധിച്ചിട്ടില്ലേ എന്നുള്ളതാണ് ഒന്ന്. വളരെ നിപുണമായ ആ സംവിധാനത്തിൻ്റെ പൊരുളടക്കം എന്തൊക്കെ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. വിവർത്തനം ഉത്തേജിപ്പിച്ച് കൗതുകത്തോടെ മുഖ്യ കൃതിയിലൂടെ വീണ്ടും കടന്നുപോയപ്പോൾ ഉള്ളിൽ തടഞ്ഞ ഒരു സംഗതിയാണ് KP ശങ്കരൻ മാഷ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മൂലകൃതിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ പല ഉൽപ്പന്നങ്ങൾക്കും മൊത്തത്തിൽ സംഭവിക്കുന്നത് ഇതുതന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത്രയും സ്വാഭാവികമായിട്ട് അനന്യമായ ലാളിത്യത്തോടെ സർഗാത്മകത്വം സാക്ഷാത്കരിക്കുന്ന ചില വിധാനങ്ങളെ മറ്റു മാർഗത്തിലൂടെ എത്തിപ്പിടിക്കാൻ യത്നിക്കുകയാണല്ലോ ഉപോൽപ്പന്നങ്ങൾ ചെയ്യുന്നത്. അതായത് ആ സർഗാത്മക വിധാനത്തെ എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ വിവർത്തന കൃതിയായ ഉപോൽപ്പന്നം നടത്തുന്നത്. ഇത്തരം യത്നത്തിന് അപര്യാപ്തതകൾ നേരിടുക എന്നത് ഒട്ടും അസാധാരണമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ വസ്തുത സമർത്ഥിക്കുന്ന മറ്റൊരു ദൃഷ്ടാന്തമാകുന്നു ബാല്യകാല സഖി. അത് ആഷറും കൂട്ടരും ചേർന്ന് തയ്യാറാക്കിയ ഒന്നാന്തരം തർജ്ജമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. എപ്പോഴാണ് യഥാർത്ഥത്തിൽ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിവർത്തനം നിസ്തുലമായി മാറുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഒരു നിശ്ചിത ഭാഷയുടെയും സാംസ്കാരിക സാഹചര്യത്തിൻ്റെയും ഉൽപ്പന്നമായ സർഗാത്മക സാഹിത്യം മറ്റൊരു ഭാഷയിലേക്കും സാംസ്കാരിക സാഹചര്യത്തിലേക്കും പകരുമ്പോൾ സാധാരണ നേരിടാറുള്ള പ്രശ്നം തന്നെയാണ് ഇവയിൽ പലതും. ഇവയ്ക്ക് ആവുന്നത്ര പ്രഗത്ഭമായി പരിഹാരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു വിവർത്തനത്തിൻ്റെ നിസ്തുലത എന്ന് പറയുന്നത്. ആ നിസ്തുലത
ആഷറും കൂട്ടരും നിർവഹിച്ച ബഷീറിൻ്റെ കൃതികളുടെ വിവർത്തനത്തിലുമുണ്ട് എന്നുള്ളതാണ്. അപ്പം ചെറുക്കൻ പെണ്ണ് എന്ന വാക്ക് അവ നിർദ്ദേശിക്കുന്ന സ്വച്ഛന്തത അത് തന്നെ ഈ നോവലിൻ്റെ ആരംഭത്തെ അവിസ്മരണീയമാക്കുന്ന ഒരു അനുഭൂതിയാണ്. ചെറുക്ക എന്ന ഒറ്റ വിളിയിൽ സുഹറയുടെ വ്യക്തിത്വം മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മജീദിനെ കൊച്ചാക്കി അടക്കി നിർത്താൻ അതിനകത്ത് കുസൃതിയുണ്ട്, ഭീഷണിയുണ്ട്. ഇങ്ങനെ മാറി മാറി പല ഭാവഛായകളും അതിൽ തുളുമ്പി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മറ്റേതെങ്കിലും സ്ത്രീകളോട് പെണ്ണുങ്ങളോടോ ഇടപെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ വരെയുണ്ട് അതിനകത്ത്. ഒടുക്കം അവളുടെ പ്രണയത്തിൻ്റെ ഒരു വൈദ്യുത പ്രസരം കൊണ്ട് അത് തുടിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതുപോലെ പ്രസരിപ്പുള്ള ഒരു വ്യക്തിത്വത്തോട് ചുവടൊത്തു പോകേണ്ട ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മജീദ് വളരെ സശ്രദ്ധം അതിനെ മുഴുവൻ ഒതുക്കാവുന്ന രീതിയിൽ ഒരുക്കിയെടുത്ത ഒരു പൊരുത്തത്തിൻ്റെ ശബ്ദമായിട്ട് പെണ്ണേ എന്ന് സുഹറയെ വിളിക്കുന്നത്. അത് വളരെ വലിയ ഒരു വിധാനമുള്ള വാക്കാണ് എന്നുള്ളതാണ്. അതിന് പകരം വയ്ക്കാൻ മറ്റൊരു വാക്കിനും കഴിയില്ല എന്നുള്ളതാണ്. വെറുതെ ഇതുപോലൊരു മനോഹാരിത ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല എന്ന് മാരാർ ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? ഭാവിയിൽ കാമുകന്മാരായി വരാനിരിക്കുന്ന മുഖ്യ കഥാപാത്രങ്ങളെ മുൻകൂട്ടി ബാല്യത്തിലെ കളിത്തോഴന്മാരായി അവതരിപ്പിക്കുന്ന ഒരു ശൈലി ഏറെക്കാലമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നോവല് ഏറെ കാലമായില്ല നമ്മുടെ നോവൽ ഒരു വർണ്ണാശ്രമധർമ്മം പോലെ ഈ പതിവ് ഇങ്ങനെ അനുഷ്ഠിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഭാവനാശൂന്യമായ ഒരു അനുഷ്ഠാനം ചലച്ചിത്രങ്ങളിൽ പോലും കണ്ടുവരുന്നു എന്ന് വളരെ വൈരസ്യം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. പക്ഷേ ബാല്യകാലസഖി ആവർത്തിച്ചു വായിക്കുമ്പോഴും അത് നമുക്ക് വളരെ ബാല്യകാലസഖി ആവർത്തിച്ചു വായിക്കുമ്പോൾ അറിയാവുന്ന ഒരു കാര്യം, ഇത്തരം വൈരസ്യം അതിനെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ അവതരണ സങ്കേതത്തിൻ്റെ സരളത പോലെ തന്നെ സാഫല്യവും വിസ്മയകരമായ ഒരു അനുഭവമായിട്ട് അവിടെ നമ്മെ സംബന്ധിക്കുന്നു, അല്ലെങ്കിൽ നമ്മെ സന്ധിക്കുന്നു. ഈ അവതരണ സങ്കേതത്തിൻ്റെ സരളത പോലെ തന്നെ അതിൻ്റെ സാഫല്യവും വളരെ വിസ്മയകരമായ ഒരു അനുഭവമായിട്ട് നമ്മെ ബന്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തെയാണ് മാരാർ അങ്ങനെ മനോഹാരിത എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുന്നത്. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഗുപ്തൻ നായർ പറഞ്ഞ പോലെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു ചീന്തിയ ഒരു ഏടാണിത്. അതിൻ്റെ വക്കിൽ ചോര പൊടിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ബാല്യകാലസഖിയാണ്. അപ്പോൾ സർഗാത്മക സാഹിത്യ കൃതികൾ വിവർത്തനം ചെയ്യുമ്പോൾ മുഖ്യമായിട്ടും വിവർത്തകർ അനുഭവിക്കുന്നത് ഈ അപ്രാപ്യമായ വിധാനം എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം, ആ ശ്രമത്തിൽ എത്താതിരിക്കുകയും സർഗാത്മകത കൂടുന്തോറും സാഹിത്യ സൃഷ്ടികൾ വളരെ അപ്രാപ്യമായ ഒരു വിധാനത്തിൽ നിൽക്കുന്നു എന്നുമുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറയിലെ വിവർത്തന കൃതികളൊക്കെ, അല്ലെങ്കിൽ പുതിയ സാഹിത്യ സൃഷ്ടികളൊക്കെ നിരന്തരമായിട്ട് ലോകത്തെമ്പാടുമുള്ള സാഹിത്യ കൃതികൾ എഴുതപ്പെടുന്ന അതേ കാലത്തു തന്നെ വിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക കാലത്താണ് നമ്മൾ വിവർത്തനത്തിൻ്റെ ഈ പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും. തീർച്ചയായിട്ടും യന്ത്രവിവർത്തനത്തിൻ്റെ കാലത്ത് ഈ സർഗാത്മകതയെ എത്തിപ്പിടിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രയാസം നിറഞ്ഞ ഒരു വസ്തുതയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കെ പി ശങ്കരൻ മാഷ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്.